തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറ്റൊരു വാദം എന്താ? ഈ സ്വകാര്യത വലിയ വിഷയമാണത്രേ. ഒരു കാര്യം മനസ്സിലാക്കണം ശ്രീ ഷാബു പ്രസാദ്, സ്വകാര്യതയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ റൂളിംഗ് ഉണ്ട്. പക്ഷേ എന്റെയും അങ്ങയുടെ വോട്ടേഴ്സ് ലിസ്റ്റ് ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആണ്. ആ പബ്ലിക് ഡോക്യുമെന്റിൽ എവിടെയാണ് സ്വകാര്യത കീപ്പ് ചെയ്യാൻ പറ്റുക? എന്റെ വോട്ട് പാറത്തോട് പഞ്ചായത്തിൽ ഇതിന്റെ അകത്ത് 2ാം വാർഡിൽ 700-ാം നമ്പർ വോട്ടായി വസന്ത് ഷാജു അല്ലെങ്കിൽ വസന്ത് തെങ്ങുംപള്ളി എന്ന് പറയുന്ന ഒരു വോട്ടുണ്ട് എന്ന് എനിക്ക് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷന് മാത്രമല്ല, അങ്ങേക്കും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. ഇറ്റ്സ് എ പബ്ലിക് ഡോക്യുമെന്റ്. അതിലെവിടെയാണ് സ്വകാര്യത കീപ്പ് ചെയ്യാൻ സാധിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ മറ്റൊരു കാര്യം എന്താ? ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇത്രമാത്രം വലിയ 150 കോടി ജനതയുടെ നാട്ടിൽ, 100ഓളം കോടി ജനത വോട്ടർമാരുള്ള നാട്ടിൽ ഞങ്ങൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുമെന്നാണ് ചോദിച്ചത്. നിങ്ങളാ പണി ചെയ്യേണ്ട. നിങ്ങളൊരു കാര്യം ചെയ്യൂ, മിഷൻ റീഡബിൾ ഡേറ്റ ഞങ്ങൾക്ക് തരൂ. കൃത്യം 6 മാസത്തിനുള്ളിൽ ഈ രാജ്യത്തെ മുഴുവൻ കള്ളവോട്ടുകളും ഞങ്ങൾ സ്പോട്ട് ഔട്ട് ചെയ്ത് തരാം. ചലഞ്ച് ഏറ്റെടുക്കുന്നുണ്ടോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ? ചലഞ്ച് ഏറ്റെടുക്കുന്നുണ്ടോ BJP? പിന്നെ നിങ്ങൾ ചോദിച്ചത് ഞങ്ങൾ പരാതിപ്പെടാൻ വൈകി, ഞങ്ങൾ പ്രസ് മീറ്റ് വിളിക്കാൻ വൈകി. ഞാൻ ചോദിക്കട്ടെ, ശ്രീ രാഹുൽ ഗാന്ധി, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം ഈ ആരോപണം ഉന്നയിച്ചിട്ട് എത്ര ദിവസമായി? ആ ആരോപണത്തിന് മറുപടി കൊടുക്കാൻ അടിസ്ഥാനമില്ലാത്ത ചില രാഷ്ട്രീയ വെല്ലുവിളി പോലെയുള്ള തെരുവ് പ്രസംഗങ്ങളിലൊക്കെ, ഞാനും തെരുവ് പ്രസംഗം നടത്തുന്ന ആളാണ്, തെരുവ് പ്രസംഗങ്ങളിലൊക്കെ നമ്മൾ എതിർകക്ഷിയെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഒരു തെരുവ് പ്രസംഗം എന്ന് എനിക്ക് പറയാൻ പറ്റൂ. ആ തെരുവ് പ്രസംഗം ദില്ലിയിൽ ഇരുന്ന് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്ര ദിവസം എടുത്തു? നോക്കൂ, ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് 1, 2, 3, 4 എന്ന് ഉത്തരം പറഞ്ഞില്ലെങ്കിലും അതിന് മറുപടിയായി ചില രാഷ്ട്രീയം പറയാൻ വന്നിരിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തു ദിവസങ്ങൾ.